ഉത്തരാഖണ്ഡിലെ ശാന്തമായ കോട്ട്ദാൾ നഗരത്തിൽ നിന്ന് ഉയർന്നു വന്ന സാഹോദര്യത്തിന്റെ കരുത്തുറ്റ ശബ്ദം ഇനി വിഭജന രാഷ്ട്രത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് വിദ്വേഷത്തിന്റെ കടലലകൾ ആഞ്ഞടിക്കുമ്പോൾ മറുവശത്ത് സ്നേഹത്തിന്റെയും ധീരതയുടെയും പ്രകാശഗോപുരമായി ദീപക് കുമാർ എന്ന 71-കാരനായ ജിം ഉടമ നിലകൊള്ളുന്നു. കേവലം ഒരു പ്രാദേശിക തർക്കമായി ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന ഒരു സംഭവത്തെ തന്റെ സൈധൈര്യമുള്ള ഇടപെടലിലൂടെ ദേശീയ തലത്തിലുള്ള മാനവികതയുടെ പ്രതീകമായി മാറ്റാൻ ദീപകിന് സാധിച്ചു. ഇതിന് അദ്ദേഹം നൽകേണ്ടി വന്ന വില വളരെ വലുതാണെങ്കിലും മതനിരപേക്ഷ ഇന്ത്യ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ രാജ്യം സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്, വിദ്വേഷമല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ആത്മാവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. 2026 റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന സംഭവങ്ങളാണ് ഈ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത്. കോട്ട്ദ്വാറിൽ 4 പതിറ്റാണ്ടുകളിലേറെയായി വക്കീൽ അഹമ്മദ് എന്ന വൃദ്ധൻ നടത്തിവരുന്ന ബാബ സ്കൂൾ ഡ്രസ് ആൻഡ് മാച്ചിങ് സെന്റർ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് നേരെ വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്റംഗ് ദൾ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ബാബ എന്ന പേര് ഹിന്ദു ദൈവങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്നും ഒരു മുസ്ലിം വ്യാപാരി ഈ പേര് ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമായിരുന്നു അവരുടെ വാദം. ഈ വംശീയ അധിക്ഷേപങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ വക്കീൽ അഹമ്മദ് നിസ്സഹായനായി നിൽക്കുമ്പോഴാണ് സമീപത്ത് ഹൽക്ക് എന്ന പേരിൽ ജിം നടത്തുന്ന ദീപക് കുമാർ ഇടപെട്ടത്. പ്രായമായ ഒരാളെ മതം പറഞ്ഞ് വേട്ടയാടുന്നത് കണ്ടപ്പോൾ നിശബ്ദനായിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രതിഷേധക്കാരോട് സ്വധൈര്യം തന്റെ പേര് മുഹമ്മദ് ദീപക് ആണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ സാഹോദര്യം കൊണ്ട് നേരിടാനാണ് താൻ അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കി. ഈ ധീരതയ്ക്ക് ദീപകിന് നേരിടേണ്ടി വന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ്. ഹിന്ദുത്വ സംഘടനകളുടെ പരാതിയിൽ പോലീസ് അദ്ദേഹത്തിനെതിരെ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായ ജിമ്മിന് നേരെ സംഘടിതമായ സാമ്പത്തിക ബഹിഷ്കരണം നടന്നു. മുൻപ് 150ഓളം അംഗങ്ങൾ സജീവമായി പരിശീലനം നടത്തിയിരുന്ന ജിമ്മിൽ ഇപ്പോൾ എണ്ണപ്പെട്ടവർ മാത്രമാണുള്ളത്. തുടർച്ചയായ പോലീസ് കാവലും ഭീഷണികളും കാരണം അംഗങ്ങൾ ജിമ്മിലേക്ക് വരാൻ ഭയപ്പെടുകയാണ്. ഇതിനിടയിൽ ദീപകിന്റെ തലയ്ക്ക് 2 ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോകൾ കൂടി പ്രചരിച്ചതോടെ അന്തരീക്ഷം അതീവ ഗുരുതരമായി. ഡെറാഡൂണിൽ നിന്നും ഹരിദ്വാറിൽ നിന്നും എത്തിയ സംഘപരിവാർ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കൊലവിളി മുഴക്കി. എന്നിട്ട് തന്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ദീപക് തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ദീപകിന്റെ ഈ പോരാട്ടം വാർത്തയായതോടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പിന്തുണ പ്രവഹിക്കാൻ തുടങ്ങി. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദീപകിനെ ഇന്ത്യയുടെ ഹീറോ എന്ന് വിശേഷിപ്പിച്ചു. ഭരണഘടനയുടെയും മാനവികതയുടെയും സംരക്ഷകനായ ദീപകിനൊപ്പം രാജ്യം മുഴുവനുണ്ടെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് നേരിട്ട് കോട്ട്ദ്വാറിലെത്തി ദീപകിനെയും വക്കീൽ അഹമ്മദിനെയും സന്ദർശിച്ചത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള വലിയൊരു ഐക്യദാർഢ്യമായി മാറി. ദീപകിന്റെ ജിമ്മിൽ 1 വർഷത്തെ അംഗത്വമെടുത്ത അദ്ദേഹം വിദേശ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടത്തിലെ പ്രകാശ കിരണമാണ് ദീപക് എന്ന് പുകഴ്ത്തി. നടി സ്വര ഭാസ്കർ ഉൾപ്പെടെയുള്ള പ്രമുഖരും അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മറുപടിയായി സോഷ്യൽ മീഡിയ വഴി വലിയ തോതിലുള്ള സഹായ വാഗ്ദാനങ്ങളാണ് എത്തുന്നത്. ദീപകിന്റെ ജിം അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് എക്സിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായിരിക്കുന്നത്. ജയ്പൂർ സ്വദേശിയായ സാമൂഹിക പ്രവർത്തകൻ അവി ധാണ്ടിയ ജിമ്മിൽ ചേരുന്ന ആദ്യ 100 പേർക്ക് 1 മാസത്തെ മെമ്പർഷിപ്പ് സ്പോൺസർ ചെയ്യുമെന്നും അറിയിച്ചു. ദീപകിനെതിരെയുള്ള പോലീസ് നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അക്രമം നടത്താനെത്തിയവരെ തടയുന്നതിന് കേസെടുത്തത് നീതിക്ക് വിരുദ്ധമാണെന്നും കോൺഗ്രസ് നേതാവ് രുചിത ചതുർവേദി ചൂണ്ടിക്കാട്ടി. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ പോരാടുന്നവർക്ക് ലഭിക്കേണ്ടത് പുരസ്കാരങ്ങളാണെന്നും മറിച്ച് കേസുകളല്ലെന്നുമാണ് പൊതുസമൂഹത്തിന്റെ നിലപാട്. ഇന്ന് കോട്ട്ദ്വാറിലെ തന്റെ ജിമ്മിനുള്ളിൽ ദീപക് കുമാർ ഒറ്റയ്ക്കല്ല. തന്റെ ഓരോ ചുവടിലും ഇന്ത്യൻ ഭരണഘടനയുടെ കരുത്തുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും പുലർച്ചെ ജിമ്മിലെത്തി ഉപകരണങ്ങൾ തുടച്ചു വൃത്തിയാക്കി അദ്ദേഹം പഴയ സുഹൃത്തുക്കൾക്കായി കാത്തിരിക്കുന്നു. അംഗങ്ങൾ കുറവാണെങ്കിലും തന്റെ ലക്ഷ്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. വക്കീൽ അഹമ്മദിനെ പോലുള്ള സാധാരണക്കാർക്ക് താൻ നൽകിയ പിന്തുണ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയമായ വൈരാഗ്യങ്ങൾക്കും വർഗീയ ചേരിതിരിവുകൾക്കും അപ്പുറത്ത് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു കാലത്തിനായി കാത്തിരിക്കുന്ന ദീപക് കുമാർ ഇന്ന് ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ്. ഒരു വ്യക്തിക്ക് വിദ്വേഷത്തിന്റെ കൊടുങ്കാറ്റിനെ സ്നേഹം കൊണ്ട് തടയിടാൻ കഴിയുമെന്ന വലിയ പാഠമാണ് അദ്ദേഹം ലോകത്തിന് നൽകുന്നത്.